ഷാഫി പറമ്പലിനെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയെന്നാരോപിച്ച് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറിക്കെതിരായ പരാതിയിൽ നോർത്ത് പോലീസിന് കൈമാറും. പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയാണ് കൈമാറുന്നത്. പരാതി നൽകിയത് മൂന്നാം കക്ഷിയായതിനാൽ നിയമോപദേശത്തിന് ശേഷമായിരിക്കും നടപടി. ഗോകുൽ VS ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ഗോകുൽ, CPM ജില്ലാ സെക്രട്ടറി N സുരേഷ് ബാബുവിനെതിരെയാണ് പരാതി. ഈ പരാതിയിൽ കേസെടുത്ത് അന്വേഷിക്കുക എന്നുള്ളതാണോ ഇപ്പോൾ പോലീസ് ആലോചിക്കുന്നത്? ഈ വിഷയത്തിൽ ഇപ്പോൾ നിലവിൽ ഏതായാലും പോലീസ് ഇപ്പോൾ എടുത്തിട്ടില്ല. പകരം ഇത് പാലക്കാട് പോലീസിന് കൈമാറും. അതിനുശേഷം നിയമോപദേശം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങും. അതിനുശേഷമായിരിക്കും ഏതെങ്കിലും രീതിയിൽ ഒരു നടപടിയിൽ ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം ഒരു മൂന്നാം കക്ഷിയാണ് ഈ വിഷയത്തിൽ പരാതി നൽകിയിട്ടുള്ളത്. അതേ തുടർന്ന് തന്നെ കൂടുതൽ നിയമോപദേശം പോലീസിനെ തേടേണ്ടതുണ്ട്. ആ തേടിയതിനു ശേഷം മാത്രമായിരിക്കും കേസടക്കമുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുക. എന്തായാലും ഈ കാര്യത്തിൽ മറ്റു നേതാക്കളുടെ പിന്തുണ N സുരേഷ് ബാബുവിനില്ല. ഗോകുൽ, ഇന്നലെ N സുരേഷ് ബാബു പറഞ്ഞ ഒരു കാര്യം, കൂടുതൽ പ്രകോപിപ്പിക്കേണ്ട, അങ്ങനെ കോലിട്ടിളക്കിയാൽ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടി വരും എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ആസ് ഓഫ് നൗ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ തന്നെ ഇടങ്ങേറാക്കിയാൽ കുറെ കൂടി കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് ജില്ലാ സെക്രട്ടറി പറയുമ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണോ അതോ ഒരു കാടടച്ചുള്ള ആരോപണം ഉന്നയിക്കുകയാണോ? CPM കേന്ദ്രങ്ങൾ എന്താണ് പറയുന്നത്? അതായത് CPM കേന്ദ്രങ്ങൾ, അതായത് പ്രധാനമായും സുരേഷ് ബാബുവുമായി അടുത്ത് നിൽക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അനൌദ്യോഗികമായുള്ള പല വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇത് സംബന്ധിച്ച ഏതൊരു വിവരം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരാതിയോ ആരോ ആയി CPM-നെ സമീപിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് സംബന്ധിച്ചൊരു വിവരം CPM-ന് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അതിൽ കൂടുതൽ വ്യക്തത നമുക്കില്ല. അവർ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളാണ് പറയുന്നത്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് ഈ പരാതിയുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ യാതൊരു തരത്തിലുള്ള വിവരമോ തെളിവോ ഒന്നും തന്നെ നമുക്കോ മറ്റാർക്കും തന്നെ ലഭിച്ചിട്ടുമില്ല. അപ്പോൾ സ്വാഭാവികമായും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ബാബു എന്ന് പറയുന്നതെന്ന് അദ്ദേഹം തന്നെയാണ് ഇനി വ്യക്തമാക്കേണ്ടത്. കാരണം അതിന്റെ ബാധ്യത കൂടി അദ്ദേഹത്തിനുണ്ട്. നിലവിൽ അത് സംബന്ധിച്ച് ഏതെങ്കിലും ഒരു പരാതിയോ തെളിവോ ഒന്നും തന്നെ നമുക്കില്ല. പക്ഷെ സുരേഷ് ബാബുവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത് അതനുസരിച്ചുള്ള തെളിവുകളും പരാതിയോ തങ്ങളുടെ പക്കലുണ്ടെന്നാണ്. പക്ഷെ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ മാധ്യമങ്ങൾക്കോ മാധ്യമപ്രവർത്തകർക്കോ ഒന്നും തന്നെ ലഭിച്ചിട്ടുമില്ല. ഈ കാര്യത്തിൽ ഗോകുൽ, CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും അനുകൂലമായി പ്രതികരിച്ചില്ല എന്ന് മാത്രമല്ല, ഉന്നയിച്ച ആളോട് ചോദിക്കൂ എന്നാണ് മിക്കവരും പറയുന്നത്. MP രാജേഷോ AK ബാലനോ NN കൃഷ്ണദാസോ ഈ ആരോപണം എൻഡോസ് ചെയ്യാനോ ആരോപണം ഉന്നയിച്ച് N സുരേഷ് ബാബുവിനെ പിന്തുണയ്ക്കാനോ തയ്യാറായിട്ടില്ല. അതിനർത്ഥം CPM-ന്റെ ഉന്നത നേതൃത്വത്തിന് ഈ ആരോപണത്തിൽ താല്പര്യമില്ല, അല്ലെങ്കിൽ N സുരേഷ് ബാബു ഈ ആരോപണം ഉന്നയിച്ച രീതിയോട് താല്പര്യമില്ല എന്നാണോ? തീർച്ചയായും അങ്ങനെ വേണം മനസ്സിലാക്കാൻ. കാരണം AK ബാലനോട് ചോദിച്ചപ്പോൾ AK ബാലൻ പറഞ്ഞത് അദ്ദേഹത്തിന് കയ്യിൽ വല്ല തെളിവ് ഉണ്ടാകും, അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം പറഞ്ഞത്. തന്റെ പക്കൽ അതനുസരിച്ചുള്ള തെളിവില്ല, താൻ ഇതിൽ കക്ഷി ചേരാനില്ല എന്നുള്ളതാണ്. NN കൃഷ്ണദാസ് ഈ വിഷയത്തെ കുറിച്ച് ഒരു വാക്ക് പോലും വേണ്ടിയില്ല. നമ്മൾ പല കാര്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചെങ്കിലും, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ആവർത്തിച്ച് ഷാഫിയുടെ വിഷയം ചോദിച്ചെങ്കിലും അതിൽ ഒരു വാക്ക് പോലും അദ്ദേഹം ഷാഫിയുടെ പേരെടുത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിമർശനം പറഞ്ഞില്ല. ഇത് മുഴുവൻ കോൺഗ്രസ് പാർട്ടിയുടെ ജീർണത എന്ന് പറഞ്ഞ ഒറ്റ വാക്കിൽ ഒതുക്കുകയാണ് NN കൃഷ്ണദാസ് ചെയ്തത്. MP രാജേഷും ഇത് സംബന്ധിച്ച പ്രതികരണമൊന്നും നടത്തിയില്ല. സ്വാഭാവികമായും ഇത് പാർട്ടി ഓൺ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പാർട്ടി ഇതിനെ N സുരേഷ് ബാബുവിനൊപ്പം കൂട്ടുപിടിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഈ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റ് നേതാക്കളുടെ ഒരു പിന്തുണയും ഇതുവരെയും N സുരേഷ് ബാബുവിന് ലഭിച്ചതായും നമുക്ക് കാണാൻ കഴിയുന്നില്ല. CPM-ലെ മറ്റ് നേതാക്കളുടെ പിന്തുണ ഇതിനോടകം N സുരേഷ് ബാബുവിന് ലഭിച്ചിട്ടില്ല. ഷാഫി പറമ്പലിനെതിരെ ഇപ്പോൾ മതിയായ തെളിവുകളില്ലാതെ ആരോപണം ഉന്നയിച്ചത് അനവസരത്തിൽ എന്ന് ചിന്തിക്കുന്നവർ CPM-ൽ ഉണ്ട് എന്ന് വേണം നമുക്ക് സ്വാഭാവികമായി മനസ്സിലാക്കാൻ. ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണ അദ്ദേഹത്തിന് കിട്ടിയേനെ. പാർട്ടി എന്നുള്ള നിലയിൽ CPM ഈ ആരോപണത്തെ ഓൺ ചെയ്യുന്നില്ല. ഈ സാഹചര്യത്തിൽ പരാതി വരുമ്പോൾ N സുരേഷ് ബാബുവിനെതിരെ കേസെടുക്കുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. മൂന്നാം കക്ഷിയാണ് പരാതി നൽകിയിട്ടുള്ളത്.